ഒരു ഇടവേളയ്ക്ക് ശേഷം ഏജനറ്റ് പരമ്പര ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിലെ തോട്ടുംകടവ്. തോട്ടുംകടവ് ഒരു ചായക്കടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഞങ്ങളെ വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. സാറേ, നമ്മളെ ഇവിടെ വിളിക്കാനുള്ള സാഹചര്യം എന്താ? അത് സാഹചര്യം നിങ്ങൾ ആ ദൃശ്യങ്ങളൊന്ന് പോയിട്ട് കാണും ആദ്യമായിട്ട്. അതിനുശേഷം നമുക്കതിന് വിശദമായി സംസാരിക്കാം. കാരണം ഒരു 100-125 പേർക്ക് വെള്ളം കൊടുക്കാത്തതിനുള്ള 1.5 മാസമായിട്ട് ജലവിതരണം ഇല്ലാതെ കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ റീസൺസൊക്കെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. അപ്പോൾ ഇവർ പറയുന്നത് ആദ്യം നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് കാണാനാണ്. നമുക്ക് ആദ്യം ആ കാഴ്ചകളൊന്ന് കാണാം. മെരിനെ ആ ചെറിയ സ്കൂളുകളുണ്ട് ഇപ്പൊ ശരിയായിട്ട് ഇപ്പൊ ശരിയായിട്ട് നമ്മൾ ഇത്രയും നേരം കണ്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറളം ഗ്രാമപഞ്ചായത്തിലെ തോട്ടുംകടവ് പുതിയ ഇവിടെ പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായി ജലമിഷൻ വാട്ടർ കണക്ഷൻ്റെ പൈപ്പുകൾ ഇവിടെ തകർത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു 1.5 മാസത്തോളമായിട്ടാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഇവിടെ വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഈ ജലനിധിയുടെ പ്രസിഡൻ്റാണ്. ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പുതിയ പദ്ധതി ഈ ആറളം പഞ്ചായത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. 2021-22 വർഷക്കാലത്തിൽ നമ്മൾ ഏകദേശം 830 കണക്ഷൻ പുതുതായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സുഗമമായ ഒരു വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളെ തോട്ടുകടവ് പാലവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിൻ്റെ ഭാഗമായി അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം, നിരന്തരമായ ആവശ്യം തന്നെയാണ് പാലം വേണമെന്നില്ല. അപ്പോൾ പാലത്തിൻ്റെ അടി തകർന്നിട്ട് പല വാർത്തകളും എല്ലാ ചാനലിലും പത്രത്തിലും എല്ലാം വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പാലം വേണമെന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പാലം വേണത്തോടൊപ്പം തന്നെ നമ്മളെ ജനങ്ങളെ കുടിവെള്ളം അത് സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ആ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ബദൽ സംവിധാനമില്ലാതെ പൊട്ടിച്ച് പോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ലെറ്ററും കാര്യങ്ങളും നേരത്തെ കൊടുത്തതാണ്. അതിനുശേഷം വീണ്ടും ഇടപെട്ടതിന് ശേഷം അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അത് കാര്യങ്ങൾ ഇടപെടാം എന്ന് പറയും. നമ്മൾ നേരിട്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേരിട്ട് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇടപെടാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഇടപെടൽ നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ആളുകൾ നമുക്ക് സമാധാനം പറഞ്ഞ് മടുത്ത് ഒരു ഉത്തരവാദപ്പെട്ട ആളെന്ന നിലയിൽ കുടിവെള്ളം കിട്ടായിട്ട് ഇപ്പം തന്നെ വിളിച്ച് കരയുന്നൊരവസ്ഥയാണ്. ഒരു കുടുംബം തീർത്ത് പോയി. ഇപ്പോൾ ഒരു മാസക്കാലമായി ഏകദേശം ഇടൂരിനടുത്ത് താമസിക്കുന്ന സുജാത എന്ന് പറയുന്ന കക്ഷി. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ അവർ ബന്ധുവീട്ടിൽ പോയി താമസിച്ചിട്ടുള്ളത്. അവർ വെള്ളം വന്നെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ച് വേറൊരു ടാങ്കിൽ നിന്ന് 500 മീറ്റർ പൈപ്പ്, 1 ഇഞ്ച് പൈപ്പ്, 500 മീറ്റർ പൈപ്പ് സമിതി മുടക്കി ഏകദേശം 50,000 രൂപയോളം മുടക്കിയിട്ട് ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ഉയരം കുറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ഉയരം കൂടിയ സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസമാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ വെള്ളം ഒരു ഏകദേശം 60 അടുക്ക് കൂടുമ്പോൾ ഇടിയും അതുപോലെ കൂട്ടക്കളം 3 കിലോമീറ്റർ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറം വരെ വെള്ളം സപ്ലൈ ചെയ്യുന്ന ലൈനാണ് ഇപ്പോൾ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് സമിതി നിലയിൽ നാട്ടുകാർ പൈസ 120 റുപ്യ മാസത്തിൽ പിരിച്ചിട്ട് 100 റുപ്യ പിരിച്ചതിൻ്റെ മുകളിൽ തന്നെ നമുക്കിത് നന്നാക്കാൻ വേണ്ടി കഴിയുന്ന സമിതിക്ക് അത്രയും പ്രാപ്തിയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പേ കാലവർഷത്തിൻ്റെ ഇത് ഭാഗമായിട്ട് മോട്ടറടങ്കം കത്തി, അതുപോലെ തന്നെ മീറ്ററടങ്കം കത്തി വലിയ 3 ലക്ഷം റുപ്യോളം നമ്മൾ മുടക്കി, സമിതി തന്നെ മുടക്കി. അതോടൊപ്പം തന്നെ അതിൻ്റെ പുതിയ മോട്ടർ കത്തിപ്പോയതിനെ പുതിയ മോട്ടറും വാങ്ങി. എല്ലാം കൂടി വലിയ പൈസ സാമ്പത്തിക ഞെരുത്തില്ല നമ്മുടെ സമിതിയിൽ. ഒരു തരത്തിലും നമുക്ക് സമിതിക്ക് മുടക്കി ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ അത് അത്രയും പെട്ടെന്ന് ഈ ലൈൻ പുനഃസ്ഥാപിച്ച് തരിക. അപ്പോൾ ഇത് നമുക്ക് പറയാനുള്ളത്, നമ്മളെ ടെലിഫോൺ ലൈന് മാന്താളെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ വെള്ളത്തിൻ്റെ പൈപ്പ് അത്രയും പെട്ടെന്ന് പൊളിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ അത് തൊടാൻ പേടി. നമ്മൾ കുടിവെള്ളം തൊടാൻ വേണ്ടി യാതൊരു മടിയില്ലാതെ പെട്ടെന്ന് പൊട്ടിച്ച് ഇട്ട് പോകുന്നൊരവസ്ഥയാണ്. എന്നാൽ ഇതെല്ലാം പുനഃസ്ഥാപിച്ചിട്ട് മതിയല്ലോ പാലം നമുക്ക് വേണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നാട്ടുകാരെ മൊത്തം ആവശ്യമാണ്, ജനങ്ങളെ ആകെ ആവശ്യം തന്നെ പാലം പുതുക്കി പടിയാന്നുള്ളത്. അതിന് നമുക്ക് ഒരിക്കലും എതിര് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മളെ വെള്ളം പുനഃസ്ഥാപിച്ച് തരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട
ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ മുമ്പിൽ നമുക്ക് ഒരു സമരവും പരിപാടിയിലായിട്ട് ചിലപ്പം പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിച്ച് തരിക എന്നുള്ളതാണ് നമ്മൾ സമിതി എന്ന നിലയിൽ നമുക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനുള്ളത്. നിർബന്ധമായിട്ട് തന്നെ ഞങ്ങൾ മറ്റാരും കൊടുക്കാത്തൊരു പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ 1600 കണക്ഷൻ ഞങ്ങൾ കൊടുത്ത് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിരുന്നു. അക്കാലത്ത് മറ്റൊരു സ്ഥലത്തുനിന്നും ഒരു പഞ്ചായത്തും കൊടുക്കാത്തത് ഞങ്ങളിവിടെ നടപ്പാക്കി. അപ്പോൾ അതിന് ഇതിപ്പോൾ ചെയ്യാവുന്ന ഒരു ബദൽ സംവിധാനം തൽക്കാലത്തേക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന പ്രശ്നമൊന്നുമില്ല. പാലത്തിൻ്റെ പണി എപ്പോൾ തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ രൂക്ഷമായ സമയമാണ്. ഈ മെയ് മാസം കഴിഞ്ഞ് മഴ പെയ്യുന്ന വരെ ഈ നമ്മൾ ഏരിയയിലൊന്നും ഒരു സ്ഥലത്ത് എല്ലാ കിണറും പറ്റി. ഇപ്പം ഇതിൻ്റെ ബഹളം കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും സമിതിക്കാർക്കും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഒരു സമിതിക്ക് ഇതിന് ഇത്രയും കാരണം GI പൈപ്പിലാണ് ചെയ്യേണ്ടത്. ഒരു ഏതാണ്ട് 1 ലക്ഷവും 2 ലക്ഷത്തോളം രൂപയുടെ വില കൊടുത്ത് GI പൈപ്പ് വാങ്ങി അത് ഫിറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നാണ് സമിതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ പറയുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അത് അനായാസം ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി നടപടി എടുക്കണമെന്ന് മാത്രം നമ്മൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് കുടിവെള്ളം ഉണ്ടായാലും ഇവിടെ കിട്ടണം. വെള്ളമില്ലാതെ 1.5 മാസമായി പൊട്ടിച്ചിടയ്ക്ക് നമുക്കൊന്ന് കുന്നിൻ്റെ മുകളിലാണ് വെള്ളം. ഇഷ്ടംപോലെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായി. ഇപ്പോൾ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല. ഇനിയിപ്പം പറഞ്ഞ ഇവിടെ വേറെ മാറിപ്പോയിട്ട് ഞാനിപ്പോൾ മാറിപ്പോകാൻ നോക്കലാം. രക്ഷയില്ല. അടുത്തൊന്നും എവിടെയും കിണറില്ല, വെള്ളമില്ല. ഒരിക്കലും വെള്ളം വേണ്ടേ. ഞങ്ങൾ ഉത്തര ദൂരെ വെള്ളം പോയി കെട്ടിക്കൊണ്ടേ. പക്ഷേ ഇല്ല. ചില കുട്ടികൾ പറയും പറയും ലേശം വെള്ളമില്ല, എടുക്കാൻ പറ്റില്ല, അങ്ങനെ പറയുന്നത്. അപ്പോൾ അത്രയും ഗതികേടിൻ്റെ ആളില്ലത്. അതുകൊണ്ട് ഇതെന്തെങ്കിലും ഒരു പരിപാടിയാക്കിയിട്ട് ഇവർ മനസ്സാക്ഷിയില്ലാതെ ഒരു പണിയെ ഇവരെത്തി വെച്ചത്. മനസ്സാക്ഷിയിലോട്ട് എടുക്കും ഈ പണി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നത് ഞങ്ങൾക്ക് ഒന്ന് സംഘടിപ്പിച്ച് തരാൻ നിങ്ങളെപ്പോലത്തെ ആൾ സഹായിച്ചു തരിക. അത്രയും ഞങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നതാണ്. നമ്മൾ 4 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ നമ്മൾ 2 ആൾക്കും മാത്രമേ വേൾഡ് വിഷൻ്റെ സംവിധാനം ഇല്ലാത്തത്. നമ്മൾ ജലനിധി മാത്രം ആശ്രയിച്ചിട്ട് വെള്ളത്തിൻ്റെ ഇതിൽ നിൽക്കുന്നതാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു 1.5 മാസമായിട്ട് ഈ പാലത്തിൻ്റെ പണി നടക്കുന്നത് നമുക്ക് തീരെ വെള്ളമില്ല. നമ്മൾ വൈകുന്നേരം വർഷാപ്പിൽ നിന്ന് പണിയും കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് തറവാട്ടിൽ വൈഫ് ഹൗസിൽ നിന്ന് ഡ്രമ്മിൽ വണ്ടിയിലാണ് വെള്ളം വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ചെറിയ കുഞ്ഞു മക്കളിലുണ്ട്, അവർക്കെപ്പം വെള്ളത്തിന് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിപ്പോൾ ഒരു ശീലമായിട്ട് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുടിവെള്ളമല്ലേ, നമുക്ക് എല്ലാവർക്കും വെള്ളത്തിനാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ മൂല്യം വരുന്നത്. അത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് വന്ന് മാന്തി കിട്ടിയാണ്. ഒന്നും പറയാണ്ട് നിങ്ങളോട് ആരോടൊന്നും ചോദിച്ചൊന്നുമില്ല? ഒന്നും ചോദിച്ചില്ല, ആരോടും ഒന്നും ചോദിച്ചില്ല. രാവിലെ വന്ന് മാന്തി കിട്ടുന്നു. നമ്മൾ ചോദിച്ചാൽ അവരിങ്ങോട്ട് വരണ്ടേ പറഞ്ഞത്. കൂടുതൽ ഇങ്ങോട്ട് വരണ്ട പറയുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. എനിക്ക് എന്തെല്ലാം കിട്ടുന്ന പ്രശ്നമായി മാന്തി ഇടുമ്പോൾ ഒരു സാധാരണ ഒരു പാലം പൊളിക്കുമല്ല, വണ്ടി വരുന്നതിൽ മോഡലും വെക്കണ്ടേ, ബസ്സിൽ വരുമ്പോൾ ഇതൊന്നും വെക്കണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഒരു എന്തോ ഒരു പറയുമ്പോൾ ഇങ്ങോട്ട് പേടിപ്പിക്കുക. എന്നിട്ട് പറയുന്നത് ഒരു കൊല്ലെല്ലാം കഴിയുമെന്നല്ല പറയുന്നത്. എന്തെങ്കിലും വരണ്ട പറയുക. കൊടും ചൂടാണ്. കുടിവെള്ളം കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏകദേശം 125 കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഈ പാല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ പോരാ, അത് ശരിയാക്കണം. അതാണ് അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ, ശരിയാക്കണം. ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തോട്ടുകടവിൽ നിന്ന് ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.